അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തർബിയ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിലേക്ക് ഓരോ നല്ല കാര്യങ്ങൾ വരുമ്പോൾ പള്ളിയിലെ ഉസ്താദുമാരടുക്കൽ പോവുകയും നല്ല ദിവസം ഏതാണ് ഉസ്താദേ എന്ന് ചോദിച്ച് നമ്മുടെ നാട്ടിലുള്ള ആളുകളൊക്കെ നല്ല ദിവസത്തെ തിരഞ്ഞെടുക്കുകയും ആ ദിവസം ആ നല്ല കാര്യങ്ങൾ ചെയ്യുക പതിവാണ്. ഇത് എതിർക്കുന്ന ചില ആളുകളുണ്ട്. എന്നാൽ അതിൻ്റെ ഇസ്ലാമിക മാനം എന്താണെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. നല്ല ദിവസത്തിന്, അതായത് ബറക്കത്തുള്ള ദിവസത്തിന് സഅദ് എന്നാണ് പറയുക. അതേ സ്ഥാനത്ത് ബറക്കത്ത് കുറഞ്ഞതിന് നെഹ്സ് എന്നാണ് പറയുക. അപലക്ഷണവും ശുഭലക്ഷണവും എന്ന രീതിയിൽ ധാരാളം ഹദീസുകൾ നമുക്കിതിനെക്കുറിച്ച് പറയാം. ഓരോ ദിവസത്തിലും സഅദും ഉണ്ട്, അതുപോലെ തന്നെ നെഹ്സും വരാറുണ്ട്. നമുക്ക് ആദ്യമായി മനസ്സിലാക്കേണ്ടത് സഅദിനെ കുറിച്ചാണ്. ബറക്കത്തുള്ള ദിവസം. ഒരുപാട് ഹദീസുകൾ അതിന് തെളിവുണ്ട്. മഹാനായ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തബൂക്ക് യുദ്ധത്തിന് പുറപ്പെട്ടത് വ്യാഴാഴ്ചയായിരുന്നു. വ്യാഴാഴ്ച യാത്ര പുറപ്പെടാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നത്. ഈ ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തതായി കാണാം. അതുപോലെ തന്നെ മറ്റൊരു ഹദീസാണ് സഖർ ഇബ്നു നുവാദഅത്ത് റളിയല്ലാഹു അൻഹു എന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, എൻ്റെ സമുദായത്തിന് അവരുടെ പ്രഭാതയാത്രയിൽ നീ ബറക്കത്ത് ചെയ്യണമേ. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യത്തെയും മറ്റു യാത്രാ സംഘത്തെയും അയച്ചിരുന്നത് പകലിൻ്റെ ആദ്യ സമയത്തായിരുന്നു. ഈ ഹദീസ് നിവേദനം ചെയ്ത സഹർ എന്ന് പറയുന്ന മഹാൻ, അദ്ദേഹം ഒരു കച്ചവടക്കാരനായിരുന്നു. പകലിൻ്റെ ആദ്യത്തിലാണ് അദ്ദേഹം ചരക്ക് അദ്ദേഹത്തിൻ്റെ മാർക്കറ്റുകളിലേക്ക് അയക്കാറുണ്ടായിരുന്നു. ഒടുവിൽ അദ്ദേഹം വലിയ പണക്കാരനായി മാറിയെന്ന് ഹദീസുകളിലൂടെയും ചരിത്രങ്ങളിലൂടെയും കാണാൻ സാധിക്കും. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണത്. അതുപോലെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, എല്ലാ മാസവും 17, 19, 21 തീയതികളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊമ്പ് വെക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു. ആ ദിവസത്തെ നബി തങ്ങൾ പ്രത്യേകം തെരഞ്ഞെടുത്തിരുന്നു എന്നാണ് ശറഉസ്സുന്ന എന്ന കിതാബിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അബൂ ഹുറൈറയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഒരാൾ എല്ലാ മാസവും 17, 19, 21 തീയതികളിൽ കൊമ്പ് വെച്ചാൽ അത് സർവ്വരോഗത്തിനും ശമനമാണ് എന്ന് അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്. ഈ ഹദീസുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം, ചില ദിവസങ്ങൾക്കും സമയങ്ങൾക്കും ബറക്കത്തുണ്ടെന്നും അതിന് പറ്റുന്ന ദിവസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടെന്നും വ്യക്തമാകുന്നതാണ്. മാത്രമല്ല, ദിവസങ്ങളുടെ ചില പ്രത്യേകതകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ധാരാളം ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ശനിയാഴ്ച വഞ്ചനയുടെ ദിവസവും ഞായറാഴ്ച കെട്ടിട നിർമ്മാണം, മരം നട്ടുപിടിപ്പിക്കൽ എന്നിവയുടെ ദിനം, തിങ്കൾ യാത്ര, ജീവിതമാർഗാന്വേഷണം എന്നിവയുടെയും, ചൊവ്വ സംഘർഷത്തിൻ്റെയും, ബുധൻ ഇടപാടുകൾ പറ്റാത്തതും, വ്യാഴം ആവശ്യങ്ങൾ നേടിയെടുക്കാനും ഭരണാധികാരികളെ സമീപിക്കാനും, വെള്ളി വിവാഹാന്വേഷണത്തിനും വിവാഹത്തിനുമുള്ള നാളുകളുമാകുന്നു എന്ന് ഇഖ്ലീൽ എന്ന് പറയുന്ന കിതാബിൽ കാണാം. അതുപോലെ ഓരോ പ്രവൃത്തികളും അലി റളിയല്ലാഹു അൻഹു നല്ലതായി എണ്ണിയ ദിവസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. വേട്ടയാടാൻ ശനിയാഴ്ച ദിവസവും, കൊമ്പുവെക്കാൻ തിങ്കളാഴ്ച ദിവസവും, മരുന്ന് കുടിക്കാൻ ചൊവ്വാഴ്ച ദിവസവും, വിവാഹം ചെയ്യാൻ ബുധനാഴ്ച ദിവസവും, അതുപോലെ വെള്ളി വ്യാഴം ഉള്ള മറ്റു കാര്യങ്ങൾക്ക് പൊതുവായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വെള്ളി വ്യാഴം ദിവസങ്ങളും നല്ലതാണെന്ന് ജവാഹിറുൽ അഷ്ആർ എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തിയത് കാണാം. ഈ ഹദീസുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ചില പ്രത്യേക ദിനങ്ങൾ നോക്കി നമുക്ക് നല്ല ദിവസങ്ങളെ ഏറ്റെടുക്കാമെന്നുള്ളതാണ്. ഇനി നെഹ്സിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. നെഹ്സുള്ള ദിവസങ്ങളെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കാണുക. അബൂബക്കറത്ത് മകൻ കബിഷ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. അവരുടെ പിതാവ് അബൂബക്കറത്ത്
എന്നവർ ചൊവ്വാഴ്ച കൊമ്പുവെക്കാൻ അവിടുത്തെ വീട്ടുകാരോട് നിരോധിക്കുകയും അന്ന് രക്തദിനമാണ്, ആ ദിവസത്തിലെ ഒരു സമയത്ത് രക്തം നിൽക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നമ്മുടെ നാടുകളിലൊക്കെ ബാർബർ ഷോപ്പ് ചൊവ്വാഴ്ചകളിൽ ലീവായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ ദിവസം ഒരു സമയം നമ്മുടെ ശരീരത്തിൽ നിന്ന് മുറിവുണ്ടായ രക്തം നിൽക്കാതെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കാം ബാർബർ ഷോപ്പുകളിൽ ഇത് നടത്താത്തതും അന്ന് നഖം വെട്ടാത്തതും അതുപോലെ തന്നെ താടി മിനുക്കാത്തതൊക്കെ അന്നത്തെ ദിവസം ഈ ഹദീസ് പരിഗണിച്ചുകൊണ്ടായിരിക്കാം. സുഹരി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നിവേദനം, ഒരാൾ ബുധനാഴ്ചയോ ശനിയാഴ്ചയോ കൊമ്പ് വെപ്പിക്കുകയും അതു കാരണം അവൻ വെള്ളപ്പാണ്ട് പിടിക്കുകയും ചെയ്താൽ അവൻ തൻ്റെ ശരീരത്തെ അല്ലാതെ ആക്ഷേപിക്കരുത്. അപ്പോൾ ശനിയാഴ്ചയും ബുധനാഴ്ചയും കൊമ്പ് വെപ്പിക്കാൻ പാടില്ല എന്ന്. അപ്പോൾ ആ ദിവസം പറ്റുകയില്ല ഈ കൊമ്പ് വെപ്പിക്കുന്നതിനെന്നോ അഹ്മദ് അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അതുപോലെ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന നിവേദനം, എല്ലാ മാസത്തിലും അവസാനത്തെ ബുധൻ നഹ്സാണ് എന്ന ഹദീസുകളിൽ കാണാം. ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ മാസത്തിൻ്റെയും അവസാനത്തെ ബുധനാഴ്ച നമ്മൾ നഹ്സാൻ എന്ന് പറയുന്നത്. ഈ ഹദീസ് ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ജാമിഅ സഗീർ എന്ന കിതാബിൽ കാണാം. ഈ വിഷയത്തിൽ ഇനിയും ഹദീസുകൾ ധാരാളമുണ്ട്. ചില ദിവസങ്ങൾ ബറക്കത്തില്ലാത്ത നഹ്സാണെന്നും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായിരുന്നു. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തന്നെ തൻ്റെ തുഹ്ഫയിൽ പറയുന്നത് കാണുക, വിവാഹ കർമ്മങ്ങൾ ശവ്വാൽ മാസവും വെള്ളിയാഴ്ച ദിവസവും പ്രഭാതത്തിലും പള്ളിയിൽ വെച്ചുമായിരിക്കൽ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആജ്ഞയാണ് ഇതിനടിസ്ഥാനമെന്ന് ബഹുമാനപ്പെട്ടവർ പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, എൻ്റെ സമുദായത്തിന് അവരുടെ പ്രഭാതത്തിന് നീ ബറക്കത്ത് ചെയ്യണമേ എന്ന് പറഞ്ഞ ഹദീസ്. അത് ഇമാം തുർമുദിയൊക്കെ നല്ല ഹദീസാണെന്ന് പറഞ്ഞ അതാണ് ഇബ്നു ഹജർ തങ്ങളത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തന്നെ മറ്റൊരിടത്ത് പറയുന്നത് കാണാം, തിങ്കളാഴ്ച പ്രഭാതത്തിൽ എൻ്റെ സമുദായത്തിന് ബറക്കത്ത് നൽകണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ മതപരവും ഭൗതികവുമായ എല്ലാ കാര്യങ്ങളും തിങ്കളാഴ്ച പ്രഭാതത്തിൽ ചെയ്യേണ്ടതാണെന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചിട്ടുണ്ടെന്ന് തുഹ്ഫയിൽ ഇബ്നു ഹജർ തങ്ങൾ പറയുകയാണ്. ഈ ഹദീസുകളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്നത് ചില ദിവസത്തിൽ ബറക്കത്തും മറ്റു ചില ദിവസത്തിൽ നഹ്സും ഉണ്ട് എന്നാണ്. ഇനി നമുക്ക് ഒരു കാര്യത്തിന് നഹ്സ് നോക്കാമോ എന്നുള്ളതാണ്. വീട്ടിൽ താമസം ആരംഭിക്കുമ്പോൾ, വിവാഹ നാൾ നിശ്ചയിക്കുമ്പോൾ തുടങ്ങിയവയ്ക്ക് നല്ല ദിവസം നോക്കൽ, അല്ലെങ്കിൽ കുറ്റിയടിക്കാരനെ കൊണ്ട് നല്ല സ്ഥലം നിർണ്ണയിക്കൽ, നഹ്സ് നോക്കൽ തുടങ്ങിയ ആചാരങ്ങൾക്ക് വല്ല സ്ഥാനമാനങ്ങളും ദീനിലുണ്ടോ എന്നുള്ളതാണ്. നഹ്സ് നോക്കുന്നതിന് ധാരാളം തെളിവുകൾ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇമാം അബൂദാവൂദ് മുഹമ്മദും സുഹരിയും നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസുകളിൽ നിന്ന് നമുക്ക് കാണാം, ബുധൻ വ്യാഴം എന്നീ ദിവസങ്ങളിൽ ഒരാൾ കൊമ്പ് വെപ്പിക്കുകയും അത് കാരണമായി അവന് വെള്ളപ്പാണ്ട് ബാധിക്കുകയും ചെയ്താൽ അവനെ തന്നെ അല്ലാതെ ആക്ഷേപിക്കരുത് എന്ന് നമ്മൾ മേൽ പറഞ്ഞു. 2 ദിവസത്തിലും കൊമ്പ് വെപ്പിക്കരുത് പ്രഖ്യാപിച്ചതിന് പറ്റാത്ത ദിനമായതുകൊണ്ടാണ് എന്നാണ് മഹാന്മാർ രേഖപ്പെടുത്തുന്നത്. ഇമാം ദാരിമി ഹയാത്തുൽ ഹൈവാനിൽ ഉദ്ധരിച്ചൊരു ഹദീസ് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കൊല്ലത്തിൽ 12 ദിവസം നിങ്ങൾ സൂക്ഷിക്കുക. ആ ദിവസങ്ങൾ മാനം നഷ്ടപ്പെടാനും സമ്പത്ത് നശിക്കാനും കാരണമാകും. ഞങ്ങൾ ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, ആ ദിനങ്ങൾ ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുഹറം 12, സഫർ 10, റബീഉൽ അവ്വൽ 4, റബീഉൽ ആഖിർ 18, റമളാൻ 14, ഷവ്വാൽ 2, ദുൽഖഅദ് 18, ജമാദുൽ ഊല 18, ജമാദുൽ ആഖിർ 12, റജബ് 12, ശഅബാൻ 16, ദുൽഹിജ്ജ 8 ഇവയാണ് ആ ദിവസങ്ങളെന്ന് ഹയാത്തുൽ ഹയവാൻ എന്ന് പറയുന്ന കിതാബിൽ കാണാം. ജാമിഅ സഗീറിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിന്നും നിവേദനം ചെയ്തത്, ഓരോ മാസത്തിലെയും ഒടുവിലത്തെ ബുധൻ നഹ്സാകുന്നു. ഇതുപോലെ പല ദിവസങ്ങളുടെ മഹത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചിട്ടുണ്ട്. ഉദാഹരണം വെള്ളിയാഴ്ചയും തിങ്കളാഴ്ചയും. അതിനാൽ ഇത്തരം കാര്യങ്ങൾ അറിയുന്ന പണ്ഡിതന്മാരെയോ മറ്റോ സമീപിച്ച് അവരുടെ സഹായം തേടുകയും, ഈ രംഗത്ത് ധാരാളം അന്ധവിശ്വാസങ്ങൾ നടക്കുന്നുണ്ട്,
ജനങ്ങൾ ചൂഷണം ചെയ്യുന്നതും കാണാം. അതുകൊണ്ട് അറിയുന്ന ആളുകൾ അടുക്കൽ പോയിട്ട് നമ്മൾ വേണ്ട ദിവസവും കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് നല്ലത് തിരഞ്ഞെടുക്കുകയും ചീത്തയെ മാറ്റി നിർത്തുകയും വേണമെന്ന് ഉണർത്തുകയാണ്. ഈ വിഷയം നമ്മൾ നല്ലോണം പഠിക്കേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് നല്ല ദിവസമുണ്ട്, ചീത്ത ദിവസം. മഹാനായ ഇമാം അഹ്മദ് കോയ ഷാരിയാത്തി അയ്യാമുൻ നഹിസാത്ത് എന്ന് പറഞ്ഞ് ഒരു കിതാബ് തന്നെ ബൈത്ത് രൂപത്തിൽ രേഖപ്പെടുത്തുകയും ഓരോ ദിവസത്തിനും ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ഓരോ ദിവസത്തെ സെലക്ട് ചെയ്ത് കൃത്യമായിട്ട് നമ്മൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും ഉന്നത വ്യക്തിത്വമാണ്, വലിയ പണ്ഡിത മഹാപ്രതിഭയായതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ വാക്കുകൾ നമ്മൾ സ്വീകരിച്ച് നല്ലതിന് നല്ല ദിവസവും ചെയ്യാൻ പാടില്ലാത്ത ദിവസങ്ങൾ നമ്മൾ അതൊക്കെ ഒഴിവാക്കുകയും ചെയ്യുക. അപ്പോൾ നഹ്സിനെ കുറിച്ചും അതുപോലെ തന്നെ സഅദിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കി അള്ളാഹു നമ്മുടെ ഇൽമിലും ഇടപാടുകളിലും മറ്റും ഒക്കെ ബറക്കത്ത് നൽകുകയും നല്ലതുമായി ബന്ധപ്പെടാൻ തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.